നെഞ്ചിരിച്ചിലാണോ പ്രശ്നം? നിങ്ങളുടെ അടുക്കളയിലുണ്ട് പരിഹാരം. പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് നെഞ്ചിരിച്ചിൽ. അന്നനാളത്തിൽ നിന്നും ഉദരത്തിലെ ആസിഡ് തിരിച്ചൊഴുകുന്നത് മൂലമാണ് എരിച്ചിലുണ്ടാകുന്നത്. ആസിഡ് റിഫ്ലക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്നനാളത്തിൻ്റെ ആവരണത്തെ ഇത് അസ്വസ്ഥമാക്കുക വഴി ഭക്ഷണം കഴിച്ച ശേഷവും കിടക്കുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വീട്ടിൽ തന്നെ ലഭ്യമായ ചില വസ്തുക്കൾ നെഞ്ചെരിച്ചിലിന് പരിഹാരമേകും. ഉദരത്തിലെ ആസിഡിനെ ഇവ നിർവീര്യമാക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. നെഞ്ചെരിച്ചിൽ അകറ്റാൻ സഹായിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയെന്ന് നോക്കാം. മോര്. ലാക്റ്റിക് ആസിഡ് ധാരാളം അടങ്ങിയ മോര് ഉദരത്തിലെ ആസിഡിനെ നിർവീര്യമാക്കുകയും പെട്ടെന്ന് തന്നെ നെഞ്ചെരിച്ചിൽ അകറ്റുകയും ചെയ്യും. മോരിൽ പ്രോബയോട്ടിക്സ് ഉള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്തുകയും ആസിഡ് റിഫ്ലക്സ് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഭക്ഷണശേഷം 1 ഗ്ലാസ് തണുത്ത മോര് കുടിക്കാം. ഇന്ദുപ്പോ ജീരകം പൊടിച്ചതോ ഇതിൽ ചേർത്താൽ രുചിയും ദഹനവും മെച്ചപ്പെടും. പെരുംജീരകം. പെരുംജീരകത്തിൽ അനഥോൾ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് ഉദരത്തിലെ പാളിയെ മൃദുവാക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും. ഇത് നെഞ്ചെരിച്ചിൽ തടയും. ദഹനം മെച്ചപ്പെടുത്താനും വായുകോപം തടയാനും പെരുംജീരകം സഹായിക്കുന്നു. ഭക്ഷണശേഷം പെരുംജീരകം ചവയ്ക്കാം. അല്ലെങ്കിൽ പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഇഞ്ചി. ഇഞ്ചിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറച്ച് ഉദരത്തിന് ആശ്വാസമേകുന്നു. ഇഞ്ചി ദഹനം മെച്ചപ്പെടുത്തുന്നു. അതോടൊപ്പം അന്നനാളത്തിലേക്ക് ആസിഡ് തിരിച്ചൊഴുകുന്നത് തടയുകയും ചെയ്യുന്നു. വെള്ളത്തിൽ ഇഞ്ചി കഷണങ്ങളിട്ട് ഇഞ്ചിച്ചായ തയ്യാറാക്കാം. ഇത് കുടിക്കുന്നതും ഭക്ഷണശേഷം ഇഞ്ചി വായിലിട്ട് ചവയ്ക്കുന്നതും നെഞ്ചെരിച്ചിൽ തടയും. കൂടാതെ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. ജീരകം. ജീരകം ദഹനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം വായുകോപവും തടയുന്നു. ഇത് നെഞ്ചെരിച്ചിൽ അകറ്റും. ജീരകം ഉമിനീരിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ഇത് ദഹനം മെച്ചപ്പെടുത്താനും ഉദരത്തിലെ ആസിഡുകളെ നിർവീര്യമാക്കാനും സഹായിക്കുന്നു. 1 ടീസ്പൂൺ ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുക. ഈ വെള്ളം ഭക്ഷണശേഷമോ നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടുമ്പോഴോ കുടിക്കുക. തുളസിയില. തുളസിയില വായുകോപം ഇല്ലാതാക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്നു. നെഞ്ചിരിച്ചിലിൽ നിന്ന് ആശ്വാസമേകുന്നു. ഉദരപാളികളുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. ഭക്ഷണശേഷം ഏതാനും തുളസിയില ചവച്ച് തിന്നുന്നത് നല്ലതാണ്. അതുപോലെ തുളസിയില ചൂടുവെള്ളത്തിലിട്ട് തുളസി ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ചൂടോടെ ഈ ചായ കുടിക്കുന്നത് നെഞ്ചിരിച്ചിൽ തടയും. ശർക്കര. ദഹനം മെച്ചപ്പെടുത്താനും അസിഡിറ്റി കുറയ്ക്കാനും ശർക്കര സഹായിക്കും. വയറിന് തണുപ്പ് നൽകുന്നതോടൊപ്പം നെഞ്ചിരിച്ചിലിൻ്റെ ലക്ഷണങ്ങളെ അകറ്റാനും ശർക്കര സഹായിക്കുന്നു. ഭക്ഷണശേഷം ഒരു ചെറിയ കഷണം ശർക്കര കഴിക്കാം. ഇത് ഉദരാരോഗ്യം മെച്ചപ്പെടുത്തും. നെല്ലിക്ക. നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള നെല്ലിക്ക ദഹനം മെച്ചപ്പെടുത്തുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. ഉദരത്തിലെ ആസിഡുകളെ ബാലൻസ് ചെയ്ത് നെഞ്ചിരിച്ചിലിൽ നിന്ന് നെല്ലിക്ക ആശ്വാസമേകുന്നു. കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച നെല്ലിക്ക ജ്യൂസോ നെല്ലിക്ക കഷണങ്ങളാക്കി അല്പം ഉപ്പ് ചേർത്തോ കഴിക്കാം. നെല്ലിക്ക പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതും നെഞ്ചിരിച്ചിൽ അകറ്റും. പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ നമുക്ക് വീട്ടിൽ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നെഞ്ചിരിച്ചിൽ അകറ്റാവുന്നതാണ്.